നമസ്കാരം. വടക്ക് കിഴക്കിന്റെ മണ്ണിൽ ശക്തമായ പോരാട്ടം നടത്തി 18ാമത് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെ എംപിമാരും അവർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലവും ഭൂരിപക്ഷവും. അസാമിലെ ധുബ്രി ലോക്സഭാ മണ്ഡലത്തിൽ അസാമിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ ഉപനേതാവായ റക്കീബുൾ ഹുസൈൻ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് ലോക്സഭയിലേക്ക് വിജയിച്ചു കയറിയത്. 10,12,476 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് റക്കീബുൾ ഹുസൈൻ എന്ന കോൺഗ്രസിന്റെ അസാമിലെ ശക്തനായ നേതാവ് ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയത്. നാക്കോൺ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അസാമിലെ കോൺഗ്രസിന്റെ മറ്റൊരു പ്രമുഖനായ നേതാവായ പ്രദ്യോത് ബോർലോയി 2,12,231 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അസാമിലെ കോൺഗ്രസിന്റെ യുവമുഖമായ വരും നാളുകളിൽ അസാം കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഗൗരവ് ഗൊഗോയ് എന്ന ശക്തനായ നേതാവ് BJPയുടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് മികച്ച പോരാട്ടം നടത്തി ജോർഹട്ട് എന്ന BJPയുടെ കോട്ടയായ മണ്ഡലത്തിൽ നിന്നും ശക്തമായ പോരാട്ടം നടത്തി 1,44,393 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ലോക്സഭയിലേക്ക് വിജയിച്ചു കയറിയത്. അതോടൊപ്പം മറ്റൊരു വടക്ക് കിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡിൽ മികച്ച പോരാട്ടം നടത്തിയാണ് നാഗാലാൻഡ് ലോക്സഭാ മണ്ഡലത്തിൽ സുബോങ് മിരാൻ ജമീർ എന്ന കോൺഗ്രസിന്റെ ശക്തനായ യുവ നേതാവ് 50,984 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റ കനത്ത പ്രഹരങ്ങളിലൊന്നാണ് കലാപഭൂമിയാക്കി മാറ്റിയ മണിപ്പൂരിന്റെ മണ്ണിൽ നിന്നും മണിപ്പൂർ ജനത നൽകിയത്. മണിപ്പൂരിലെ ആകെയുള്ള 2 ലോക്സഭാ സീറ്റിൽ 2ലും കോൺഗ്രസ് മികച്ച ഭൂരിപക്ഷത്തോടുകൂടിയാണ് വിജയിച്ചു കയറിയത്. മണിപ്പൂരിലെ ഇന്നർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ മണിപ്പൂരിലെ ജനപ്രിയ നേതാവായ അങ്കോംച ബിമോൾ അക്കോയ്ജാം 1,09,801 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് 18ാം ലോക്സഭയിലേക്ക് വിജയിച്ചത്. അതോടൊപ്പം ഔട്ടർ മണിപ്പൂരിൽ ആൽഫ്രഡ് കാംസ് ആർദർ 85,418 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്.